ശ്രേഷ്ഠപ്പെടുത്തിയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും അനവരതമായ നന്ദി കരയത്തി ദൈവമുമ്പാകെ അണയാം. നമ്മൾ കേൾക്കുന്ന വചനം പരിശുദ്ധാത്മാവിൻ്റെ വചനമായി സ്വീകരിക്കുന്ന കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ കന്യമറിയാമിനെ പറ്റി വേദപുസ്തകം അല്ലെങ്കിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു വസ്തുത. അവൾ രണ്ടാമത്തെ ഹവ്വയാണ്. രണ്ടാമത്തെ ദ സെക്കൻഡ് ഈവ് എന്നാണ് പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ ഹവ്വായും രണ്ടാമത്തെ ഹവ്വായും. ഒന്നാമത്തെ ഹവ്വായുടെ ഡിസൊബീഡിയൻസ് ലീഡ്സ് ടു ദ ഫാൾ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയും. മനുഷ്യജാതിയുടെ വീഴ്ചയ്ക്ക് ഒന്നാമത്തെ ഹവ്വായുടെ അനുസരണക്കേട് ഇടയാക്കി എന്നാണ് പിതാക്കന്മാർ പഠിക്കുന്നത്. സെന്റ് മേരിയെ പറ്റി പഠിപ്പിക്കുന്ന സെന്റ് മേരീസ് ഒബീഡിയൻസ് played a vital or a crucial role in the redemption of humanity. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചത് പരിശുദ്ധ കന്യമറിയാമാണ്. അത് ആ സ്ത്രീക്ക് വഹിക്കുവാനുള്ള കൃപയുണ്ടായത് അത് അനുസരണം എന്ന ഒരു ഗുണവിശേഷം കൊണ്ടാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺട്രാസ്റ്റ് ഉണ്ട് പിതാക്കന്മാർ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ. മേരി കന്യമറിയാമിൻ്റെ ഒബീഡിയൻസ് ഒക്കെ നമ്മൾ വായിച്ചതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38. ഐ ആം ദ ലോർഡ് സെർവൻറ്റ്, ഞാൻ നിന്റെ ദാസിയാകുന്നു. മേ യുവർ വേർഡ് ടു മീ ബി ഫുൾഫിൽഡ്, നിന്റെ വചനം പോലെ എന്നിൽ നിർവഹിക്കപ്പെടട്ടെ. അപ്പോൾ ഒന്നാമത്തെ ആദാമിൻ്റെ ഹവ്വായുടെ വാക്ക് ദൈവത്തിൻ്റെ ഹിതത്തോട് എതിരായിരുന്നു. നോ എന്ന് വേണേൽ നമുക്ക് പറയാം. രണ്ടാമത്തെ ഹവ്വ എന്ന് വിളിക്കപ്പെടുന്ന മാതാവിൻ്റെ വാക്ക് യെസ് എന്നാണ്. വിശുദ്ധനായ ഐറേനിയസ് അതാണ് പറയുന്നത്. ദ വേർഡ് യെസ് ഫ്രം ദ മൗത്ത് ഓഫ് സെന്റ് മേരി. അതുപോലെ തന്നെ സെന്റ് എഫ്രൈമും പറയുന്നതാണ്. മാതാവിൻ്റെ വായിൽ യെസ്, അതുപോലെ സംഭവിക്കട്ടെ. അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഗോഡ്സ് പ്ലാൻ ഓഫ് സാൽവേഷൻ. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ വേഴ്സിൽ വായിക്കാറുണ്ടല്ലോ, നിങ്ങളുടെ എന്നും നിങ്ങളുടെ ഇല്ല എന്നുള്ളതില്ല എന്നും ആയിരിക്കട്ടെ. ഈ രണ്ടും അല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർ ഈ നമ്മളെ വെളിപാട് കുറിച്ച് പറയുന്ന പോലെ ഉഷ്ണവാനുമല്ല, പിന്നെ തീഷ്ണവാനുമല്ല, അല്ലെങ്കിൽ ശീതോഷ്ണവാനാണ് എന്ന് പറഞ്ഞാൽ അവനെ ഉമിണ്ണ് കളയും എന്നാണ് നമ്മൾ വെളിപാട് കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഈ ഒഴുകി വരുന്ന വെള്ളം വായിൽ എടുക്കുമ്പോൾ ഈ ആ പ്രദേശത്തെ അതിന് ഈ ചുണ്ണാമ്പുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കവർപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉമിണ്ണ് കളയെന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുന്നതാണ്. അവനെ ദൈവം തുപ്പിക്കളയുമെന്നാണ്, അവനെ ദൈവം ഉമിണ്ണ് കളയുമെന്ന് പറഞ്ഞാൽ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതഭാവമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അന്വർത്ഥമാണ്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അതിനെ പറയുന്നത് പ്രോട്ടോ ഇവാങ്കേലിയം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രോട്ടോ മീൻസ് ഫസ്റ്റ്, ഇവാങ്കേലിയം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്. അത് 3-ാം അധ്യായം 15-ാം വാക്ക് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ഞാൻ നിനക്കും സന്തതിക്കും നിന്റെ സന്തതിക്കും, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതാണ് ആദ്യത്തെ സുവിശേഷം എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷമാണ്. ചില ചിന്തകന്മാർ രേഖപ്പെടുത്തുന്നത് ദിസ് ആൻഡ് ദ സം ആൻഡ് ദ സമ്മറി ഓഫ് ദ ഹോൾ ബൈബിൾ എന്നാണ്.
അതായത് വേദപുസ്തകത്തിൻ്റെ സംഗ്രഹം മുഴുവൻ, വേദപുസ്തകം മുഴുവൻ പഠിച്ചാൽ ഈ ഒരൊറ്റ വാഗ്ദാന പൂർത്തിക്ക് വേണ്ടിയാണ് വേദപുസ്തകം മുഴുവൻ നമ്മോട് പറയുന്നത്. അതായത് നിനക്കും അല്ല സ്ത്രീക്കും, സ്ത്രീയുടെ സന്തതിക്കും നിനക്കുമിടയിൽ ഉള്ള ഒരു ഉടമ്പടി, അത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഈ സ്ത്രീയെ എന്ന കർത്താവിനെ നമ്മൾ വിളിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19:26 കുരിശിൽ കിടന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. സ്ത്രീയെ, അല്ലേ, സ്ത്രീയെ ഇതാ നിന്റെ അമ്മ. അതുപോലെ തന്നെയാണ് 2-ാമത്തെ അധ്യായത്തിലെ കാനാവിലെ കല്യാണം, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. തമ്മിൽ നിന്നൊരു വാക്കില്ലെന്നാണ് ഗ്രീക്ക് ഭാഷയെ പറയുന്നത്. എനിക്കും നിനക്കും എന്ത് എന്നാണ് അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ഒരു കോമൺ നെയിമായിട്ടാണ് സ്ത്രീയെ. അപ്പോൾ അതുകൊണ്ട് പിതാക്കെന്ന് പറയുന്നത് ആ ഒരു പ്രയോഗം ഇവിടെയുള്ള അന്വർത്ഥമാണെന്നാണ് പറയുന്നത്. അതൊരു പ്രൊഫസിയാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്ക് ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കും. മരണത്തെ നോക്കി ചോദിക്കും. മരണമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീതി തരുന്നത്, അല്ലേ? മരണഭയം, പിശാച് വരുന്ന ഏറ്റവും വലിയ ഭീതി മരണഭയമാണെന്നത്. മരണത്തെ ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചൈതന്യം. ഏത് സമയവും അത് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് അലസരാകരുത്. ഏത് സമയവും അത് തീക്ഷ്ണതയോടെ കാത്തിരിക്കണം മരണത്തിന് എന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചർ ഈസ് വെരി അഷ്വൽ, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിപ്പോകേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് എപ്പോഴും എല്ലാവരോടും നിരപ്പ് ചുരുങ്ങി, ആരോടും കടബാധ്യത വെക്കരുത്. ഓരോ സന്ധ്യയിലും നമ്മുടെ കണക്കുകൾ എഴുതി കൂട്ടി നോക്കുമ്പം നമ്മുടെ ത്രാസിൻ്റെ തട്ടുകൾ ഇങ്ങനെ താന്നും പൊങ്ങി നിൽക്കരുത്. സമ്പുലിതമായി നിൽക്കണം. ക്ഷമ പറയാനുള്ളവർ ക്ഷമ പറയണം, സോറി പറയാനുള്ളവർ സോറി പറയണം. ഇത് ഈ ഒബീഡിയൻസിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യമറിയ അമ്മയുടെ ഒബീഡിയൻസാണ് നമുക്കിന്ന് വളരെ പ്രധാനമായിട്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ, റോമാലേഖനം 5-ാം അധ്യായം, പരിശുദ്ധനായ പൗലോസ്ലീഹ ഇത് പഠിപ്പിക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 18-19 വാക്യങ്ങൾ. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പം ഏകൻ്റെ അനുസരണക്കേടാൽ, ഏകൻ നിമിത്തം, ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നു. സകല മനുഷ്യർക്കും ശിക്ഷാവധി കാരണമായതുകൊണ്ടാണ് ഈ നമ്മൾ ആദാമ്യ പാപം നമ്മൾ എന്നൊരു വാക്ക് പ്രത്യേകം എംഫസൈസ് ചെയ്യുന്നില്ല എങ്കിലും ആ അനുസരണക്കേടിൻ്റെ ഏതെങ്കിലും ഒരു ലാഞ്ചന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ 40 ദിവസം കഴിയുമ്പോഴേ കുഞ്ഞുങ്ങളെയൊക്കെ മാംസം മുക്കി അതെല്ലാം മാറ്റണം. ആ ശിക്ഷാവിധിയിൽ നിന്ന് അവർ മാറണം, അവർ രക്ഷയിലേക്ക് വരണം. അതുകൊണ്ടാണ് സഭയുടെ വലിയ ആഗ്രഹമാണത്. ഒരാളും ശിക്ഷാവിധിയിൽ കഴിയരുത്. മാമൂസ എന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ലോ, വി ആർ ബീങ് സേവ്ഡ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന അനുഭവമാണ്. അപ്പോൾ ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർ ശിക്ഷാവിധി വന്നതുപോലെ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ പിതാക്കന്മാർ പറയുകയാണ്, ആദ്യത്തെ ഹവ്വയുടെ ആദാമിൻ്റെ അനുസരണക്കേട് അതിനോട് കൂട്ടിച്ചേർന്ന് നിന്ന ആളാണ് ആദ്യത്തെ ഹവ്വ. അതുപോലെ തന്നെ രണ്ടാമത്തെ ആദമാവുന്ന ക്രിസ്തു അവൻ കൃപയും സത്യമുള്ളവനെ നമ്മുടെ ഇടയിൽ പാർത്തു. അവനിലൂടെ രക്ഷ നമുക്ക് വന്നു. ആ രക്ഷയ്ക്ക് കാരണമായി തീർന്ന പരിശുദ്ധ അമ്മയെയും പിതാക്കന്മാർ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഹവ്വ എന്നുള്ള നിലയിലാണ്. ഈ പരിശുദ്ധനായ, അതായത് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പരിശുദ്ധനായ പിതാവാണ്, വലിയ തിയോളജിനാണ്, ഐറേനിയസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹവ്വായുടെ അനുസരണക്കേടിൻ്റെ കെട്ട് അവിശ്വാസത്താലുള്ള ഒരു ബന്ധനമാണ്.
ആ സ്ത്രീയുടെ അവിശ്വാസത്താലുണ്ടായ ഒരു ബന്ധനം, ഒരു കെട്ട് ഉണ്ടായിരുന്നു. ആ കെട്ട് മുറുകപ്പെട്ടു പോയി. അത് മറിയാമിൻ്റെ അനുസരണത്താലും വിശ്വാസത്താലും സ്വതന്ത്രമാക്കപ്പെട്ടു. ആ കെട്ട് അഴിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. രക്ഷാപദ്ധതിയിൽ കന്യമറിയാമിന് അതുല്യമായ അവസ്ഥയാണ്. നമുക്കൊന്ന് അതിനോട് ഒരിക്കലും അതിനോട് നമുക്ക് കമ്പയർ ചെയ്യുവാൻ വേറെ ആരുമില്ല. എഫ്രൈം എന്ന് പറഞ്ഞ പിതാവിൻ്റെ ഒത്തിരി എഴുത്തുകളും അദ്ദേഹം ഒരു പാടുന്ന പാട്ടിലാണ്, മരണം ഹവ്വായിലൂടെ വന്നു, ജീവൻ മറിയമിലൂടെ വന്നു. മരണം ഹവ്വയിലൂടെ വന്നു, ജീവൻ മറിയമിലൂടെ വന്നു. ആദ്യം ആദാമിൻ്റെ പാപവീഴ്ചയിൽ മരണവും നാശവും ജനിച്ചു എന്നുള്ളത്. ലോകത്തിൻ്റെ രക്ഷയുടെ താക്കോൽ മറിയാമാകുന്നു എന്നാണ് സെന്റ് എഫ്രൈം പറയുന്നത്. ലോകത്തിൻ്റെ രക്ഷയുടെ താക്കോൽ, രക്ഷയാണെന്നല്ല പറഞ്ഞത്, രക്ഷയുടെ താക്കോൽ. മനസ്സിലായോ? രക്ഷയുടെ കീ ഓഫ് ദ സാൽവേഷൻ, കീ ഓഫ് വേൾഡ് സാൽവേഷൻ. ലോകത്തിൻ്റെ രക്ഷയുടെ താക്കോൽ കന്യമറിയമാണ്. അപ്പം ഇത് അനുസരണം ബലിയേക്കാൾ നല്ലത് എന്ന് നമുക്ക് അറിയാമല്ലോ, അല്ലേ? അനുസരണം ബലിയേക്കാൾ നല്ലത്, അത് നമ്മൾ മറന്നുപോകരുത്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തിക്കും. നമ്മൾ ഈ മാതാവിൻ്റെ 15 നോമ്പ്, അതിനുശേഷം 8 നോമ്പ്, ഇവിടെയൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ ബോധപൂർവമായ ചില തിരുത്തലുകളോ അല്ലെങ്കിൽ സത്യത്തിലേക്കുള്ള മടങ്ങിവരവോ ആവശ്യമുണ്ട് എന്ന് ഇന്നത്തെ ധ്യാനത്തിലൂടെ നമുക്ക് വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ഇതൊന്നും ഒരു സെൻറ്റിമെൻറ്റ്സായിട്ട് എടുക്കരുത്. നമ്മുടെ ആരാധനകളൊന്നും ഒരു സെൻറ്റിമെൻറ്റ്സായിട്ടല്ല എടുക്കേണ്ടത്. നമ്മുടെ രക്ഷയ്ക്ക് ഇത് കാരണമായി തീരുന്നുണ്ടോ? നമ്മളൊരു പെരുന്നാൾ ആചരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീർന്നു. അല്ല, ഞാൻ കുറേ വഴിപാട് കൊടുത്തു, കുറേ പായസം കൊടുത്തു, നേർച്ച കൊടുത്തു, നമുക്ക് തൃപ്തിയായ പെരുന്നാൾ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി പോയി, ദൈവമേ എന്തോ ഒരു അനുഗ്രഹമായിരുന്നു. അതിനേക്കാൾ ഉപരിയായ, അത് വേണ്ടാന്നൊന്നും ഞാൻ ഡിസ്കറേജ് ചെയ്യത്തൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഞാനൊരു കാഴ്ച കൊടുത്തപ്പോൾ ഞാൻ ദൈവമുമ്പിൽ എത്ര വിധേയത്തോടുകൂടി ആ കാഴ്ചയായി തീരപ്പെട്ടു എന്നുള്ളത് വളരെ അമ്മയുടെ ഈ നല്ല അല്ലെങ്കിൽ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൻറ്റ് മേരീസ് ഒബീഡിയൻസ്. അതതിന് പെട്ടെന്നൊന്ന് പറയാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിച്ചല്ലോ, യൂക്കോസ് സുവിശേഷം 1:38 വീണ്ടും വായിക്കുന്നില്ല, ഞാൻ നിന്റെ ദാസി. ടോട്ടൽ സറണ്ടർ ടു ദ ഗോഡ്സ് വിൽ. അതാ ദൈവത്തിൻ്റെ ഹിതത്തോട് പൂർണ്ണമായി വിധേയപ്പെടുക. നമുക്ക് നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിത അറിയാൻ മനസ്സ് രൂപാന്തരപ്പെടണം. നമ്മൾ പാട്ടൊക്കെ പാടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മളായിരിക്കുന്ന ഈ ഇടവകയെ അല്ലെങ്കിൽ ഈ ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ഈ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ ദൈവം എന്നെ എന്തിനാണ് ഇവിടെ ആക്കി വെച്ചത്? പിതാക്കന്മാർ പറയുന്ന, പിതാവിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്, പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഫോർ യു ഡിസ്ട്രോയ് ദ ബൗണ്ടറി യു മസ്റ്റ് തിങ്ക്. 2 കാര്യം ചിന്തിക്കണം. ഹൂ ഈസ് എസ്റ്റാബ്ലിഷ് ദ ബൗണ്ടറി ദയർ? ആരാണ് ആ ബൗണ്ടറി ഇട്ടത്? ഫോർ വാട്ട് പർപ്പസ്? നമുക്കെല്ലാം വേലി ചാടാൻ എളുപ്പമാണ്, പക്ഷെ വേലി ചാടുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചിന്തിക്കണമാണ്. ആര് എന്തിനു വേണ്ടി ആ ബൗണ്ടറി അവിടെ സ്ഥാപിച്ചു? ആര് സ്ഥാപിച്ചു? എന്തിനു വേണ്ടി? ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അണ്ണാൻ ചാടി നടക്കുന്നില്ലെങ്കിൽ ചാടിപ്പോകത്തില്ല. അനുഗ്രഹം എവിടുന്ന് വരുമെന്നുള്ളതിനെപ്പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായ ബോധ്യം. ഇന്നിപ്പോൾ ഞാൻ ഒരു സഹോദരനോട് എൻ്റെ ചെറിയ പ്രയാസങ്ങളൊക്കെ പങ്കെടുപ്പോൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് പരിചയമുള്ളൊരു ബ്രദറുണ്ട്, പുള്ളി പ്രാർത്ഥിക്കുന്ന അച്ഛനെപ്പറ്റി ചില പ്രൊഫസിയൊക്കെ പറയും എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ സഹോദരനോട് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്കൊരു തെളിമ കിട്ടുന്നില്ല. അപ്പോൾ എന്നേക്കാൾ പവർഫുള്ളായിട്ടുള്ള, അപ്പം എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു തോട്ട്സ് എന്താണെന്നറിയാം.
നമ്മൾ കഴിഞ്ഞ ശ്രീസമായത്തിൽ ഇപ്പോൾ ഈ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന കോൺഫറൻസിൽ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി ഓടുക. ഈ ലോകത്തിലെ പ്രവാചകന്മാരോ വലിയ പ്രാർത്ഥനക്കാരോ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം കൂടുന്ന പള്ളികളോ അതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു അൺഡിവൈഡഡ് ഡിവോഷൻ, അതാ വെർജിനിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞു. വെർജിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൺഡിവൈഡഡ് ഡിവോഷൻ. നാം ക്രിസ്തുവിന് വേണ്ടി ജനിച്ചെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം, ക്രിസ്തുവിൽ ഉയർക്കണം, ക്രിസ്തുവിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ദർ ഈസ് നോ അതർ മീൻസ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന ടീച്ചിങ് ആയത് നമ്മൾ അമ്മയെന്ന് വിളിച്ച് നമ്മുടെ സമയം അങ്ങനെ ഒത്തിരി പാഴാക്കരുത്. അമ്മയായി തീർന്നതിന് പിന്നിൽ കർത്താവാണ്. ആകാശത്തിലേക്ക് രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തു മാത്രമേ. അൺഡിവൈഡഡ് ഡിവോഷൻ ഇൻ ക്രൈസ്റ്റ് അവർ സേവിയർ. അപ്പോൾ ടോട്ടൽ സറണ്ടർ ഇത് അമ്മ കാണിച്ചു തന്നു. അതാണ് പറഞ്ഞത്, ഞാൻ അവിടുത്തെ ദാസൻ, ലോർഡ് ഐ ആം യുവർ സെർവന്റ്. നമുക്ക് അഹങ്കാരം കൂടുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ലോർഡ് ഐ ആം യുവർ സെർവന്റ്. വാട്ട് യു തിങ്ക് അബൌട്ട് മീ, ലെറ്റ് ഇറ്റ് ബി. നീ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ആ ദൈവം നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു അല്ലെ എന്താഗ്രഹിക്കുന്നു അങ്ങനെ പറയുമ്പോഴാണ് യെസ് ലോർഡ്, അതേ കർത്താവേ, അതേ കർത്താവേ. ഈ ജ്ഞാനേക്കാരി സ്ത്രീയും പറയുന്നുണ്ടല്ലോ, അതേ കർത്താവേ. പട്ടിക്കുഞ്ഞുങ്ങളും നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, അതേ കർത്താവേ. യെസ് ലോർഡ്. അതെ, പട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പറയാം. അതേ കർത്താവ്, യെസ് ലോർഡ്, ഐ അക്സെപ്റ്റഡ് ദാറ്റ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല ഒരു ബോധം ഉണ്ടാകണം. പരിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിൽ അതാണ് ടോട്ടൽ സറണ്ടർ, ദൈവമുമ്പാകെയുള്ള പൂർണ്ണമായ വിനയപ്പെടൽ. ദർ ഇസ് നോ അതർ ആൻറ്റിഡോട്ട് ഒന്നുമില്ല. രണ്ടാമത് പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ ഒബീഡിയൻസിൽ കാണുന്നത് ഒബീഡിയൻസ് ത്രൂ ഫെയ്ത്ത്, നോട്ട് ബേസ്ഡ് ഓൺ ദ നോളജ്. അറിവിൻ്റെ ബേസിലുള്ള ഒരു അനുസരണമല്ല, വിശ്വാസത്തിൻ്റെ ബേസിലുള്ള ഒരു അനുസരണമാണ്. ഒബീഡിയൻസ് വാസ് ഗ്രൗണ്ടഡ് ഇൻ ഹെർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിശുദ്ധ അമ്മ ഈ തീരുമാനം എടുക്കുന്നത്. ലോകപ്രകാരം ചിന്തിക്കാൻ പോയാൽ നമ്മളൊക്കെ വായിക്കുന്നുണ്ട്, റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശിച്ചു, അല്ലേ? ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്. ലോകപ്രകാരം നമ്മൾ ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല, എങ്ങും എത്താനായി സാധിക്കും. ഈ അമ്മയുടെ ജീവിതം അത് തന്നെയാണ്. ആദ്യമൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോഴും ഒന്ന് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുമ്പോഴും ആ മാലാഖ ധൈര്യപ്പെടുത്തുകയും പെട്ടെന്ന്, അതായത് ആ മനുഷ്യ സ്ത്രീക്ക് അന്ന് ലഭിക്കുന്ന ലോക പരിജ്ഞാനത്തിൻ്റെ ഒക്കെ ബേസിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഇതെങ്ങനെ സാധിക്കുമെന്നൊരു ചോദ്യം വന്നത്. അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സംശയമെല്ലാം മാറി. അപ്പോഴത്തേനും അവിടെ വിശ്വാസം ഡൊമിനേറ്റ് ചെയ്തു. നമ്മളെപ്പോഴും ഓർക്കണം, നമുക്ക് തോന്നണം ഇതൊക്കെ ആയിട്ട് പകലന്തിയോളം ചക്രശ്വാസം ചവിട്ടിയിട്ടു ഇത് അങ്ങോട്ട് നേരെ ആകുന്നില്ല. കാരണം എന്താ അറിയാം, നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ് അതിനെ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പലതും അതാണ് നമ്മുടെ എക്സ്ട്രീമിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇത്രയും പറ്റുകയുള്ളൂ, ഇത്രയും നമ്മളെ. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത് വളരെ വ്യക്തമാണ്, നിന്നെക്കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കും. വയലിലെ താമര നോക്ക്, അല്ലേ? എന്ത് പറയാൻ, ശലോമോൻ എത്ര ആ മനോഹരമായി അവയെപ്പറ്റി ചിത്രീകരിക്കും. യാഗത്തിനായി വിൽക്കുന്ന കുരുകിലിനെ നോക്ക്, അവരെക്കാളൊക്കെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ ചമച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന അനുസരണം, വിശ്വാസം എന്ന് പറയണം. ഇന്ന് നമ്മുടെ ഈ തലമുറയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചോദിക്കുന്നത് പള്ളി പോണോ, പള്ളി പോകയില്ല, വീട്ടിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ ദൈവം കേൾക്കത്തില്ലയോ, കൂട്ടായ്മയ്ക്ക് പോണോ.
സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിവാഹ ജീവിതം നിർബന്ധമാണോ? ചില ചെറുപ്പക്കാർ ചോദിക്കാറുണ്ട്, സോ വെൻ ഷുഡ് ഐ ടേക്ക് മൈ ഓൺ ഡിസിഷൻ? ഞാൻ എന്ന് സ്വന്തമായിട്ട് എൻ്റെ തീരുമാനം എടുക്കും. ഇതിപ്പം ഈ ഒരു വെസ്റ്റേൺ ശൈലിയിലേക്ക് നമ്മുടെ പിള്ളേരും മക്കളും പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം ഒരു സംസാരിക്കാൻ പ്രായമായി 4 അക്ഷരം ചിന്തിക്കാൻ പ്രായമാകുമ്പം ഐ ഷുഡ് നീഡ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് വരികയാണ്. ഈ ഫ്രീഡം ആഗ്രഹിച്ച് നശിച്ചു പോകുന്ന ഒരു തലമുറയായിട്ട്. അമ്മയെപ്പറ്റി നമുക്കറിയാം, ഷീ ബ്രോട്ട് ഫ്രീഡം ടു അസ്. അമ്മ നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവന്ന ആളാണ്. പക്ഷേ അണ്ടർ ദ ഡിസിപ്ലിൻ. ഷീ വാസ് ഈവൻ ഫ്രം ദ ചൈൽഡ്ഹുഡ് ഷീ വാസ് അണ്ടർ ദ ഡിസിപ്ലിൻ. അവൾ പുരോഹിതന്മാരോട് ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ദേവാലയത്തിൽ അണ്ടർ ദ ഡിസിപ്ലിൻ, അണ്ടർ ദ വിത്ത് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രയർ. ക്രമപൂരിതമായ പ്രാർത്ഥനാ ജീവിതം അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ചുമ്മാ പ്രാർത്ഥിക്കല്ല, ക്രമപൂരിതമായ സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രയർ, സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്പിരിച്വൽ ലൈഫ്, സിസ്റ്റമാറ്റിക് വേ ഓഫ് ഓഫറിങ് തിങ്സ്. ക്രമപൂരിതമായ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. നമ്മുടെ നമസ്കാരക്രമത്തിൽ അസാദ് എന്താ പറഞ്ഞാൽ നമസ്കാരക്രമം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമസ്കാരം നല്ലതാണോ? ആ നമസ്കാരത്തിനൊരു ക്രമമുണ്ട്, അതിനൊരു ക്രമമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ടാന്ന് നമ്മുടെ യുവാക്കളെ കൊണ്ട് പറപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്. വളരെ കെയർഫുള്ളായിരിക്കണം. ഒബീഡിയൻസ് ത്രൂ ഫെയ്ത്ത്. അതാണ് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 45 നമ്മൾ വായിക്കുമ്പോൾ മാതാവിൻ്റെ ആ പാട്ടിനകത്ത് മാതാവ് പാടുന്ന ഒരു ഭാഗത്താണ് എന്ന് തോന്നുന്നു. 1-ാം അധ്യായം 45. കുട്ടികൾക്ക് പെട്ടെന്ന് വായിക്കാം കേട്ടോ, അല്ല 45 ഞാൻ വായിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് 41 ഞാൻ പറഞ്ഞത് 1 ലൂക്കോസ് 1-ാം സുവിശേഷം 1-ാം അധ്യായം 45. കർത്താവ് ദൂതനാ പറഞ്ഞത്, പക്ഷേ എന്നാലും അമ്മ പറയുന്ന കർത്താവ് എന്നോട് പറഞ്ഞു എന്നാണ്. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതുകൊണ്ട് വേദ പുസ്തകത്തിലൊക്കെ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്ന് പറഞ്ഞത് ആദ്യത്തെ സുവിശേഷം അതാണ്. എന്താണ്? പിശാചിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ മകൻ വരും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടുക. അതിനകത്തിൽ മനോഹരമായ ഈ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട്. ഈ ഗത്സമനയിൽ കർത്താവിൻ്റെ മെഡിറ്റേഷൻ നടക്കുമ്പോൾ ഒരു പാമ്പ് എഴഞ്ഞു വരുന്നതും ആ പാമ്പിൻ്റെ തല ചവിട്ടി തകർക്കുന്നതുമായ ഒരു രംഗം ആ പിക്ചറിലുണ്ട്. ഈ വേദഭാഗം കൊണ്ട് അത് കാണിക്കുകയായിട്ട് അതാണ് ആദ്യത്തെ സുവിശേഷം. പിശാചിൻ്റെ തല അതല്ലേ പൗലോസ് ചോദിക്കുന്നത്, മരണമേ നിൻ്റെ ഭീതി എവിടെ? നീ ഞങ്ങൾക്ക് ഭീതിയൊന്നുമല്ല, മരണമൊന്നും കാരണം ഞങ്ങൾക്ക് കർത്താവിനോട് ഉയർപ്പിൻ്റെ സന്തോഷം ലഭിച്ചിരിക്കുന്നു. ഉയർപ്പില്ല. അതുപോലെ തന്നെ പിതാക്കൾ ഓർപ്പിക്കുകയാണ്, ഈ ഒബീഡിയൻസ് ആസ് എ ന്യൂ ബിഗിനിങ്. ഈ ഒബീഡിയൻസ്, ഈ അനുസരണത്തിലൂടെയാണ് ഒരു പുതിയ തുടക്കം ആരംഭിച്ചത്. എന്തിൻ്റെ തുടക്കം? രക്ഷയുടെ തുടക്കം. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഇമ്മാനുവേൽ, അതാണ് കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗോഡ് ഈസ് വിത്ത് അസ്, അല്ലേ? ദൈവം നമ്മോട് കൂടെ. ഈ അതുവരെയും ഇല്ലാത്ത പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത അബ്രഹാമിനോട് ദൈവത്തിൻ്റെ സാന്നിധ്യം പറഞ്ഞെങ്കിലും പഴയ നിയമത്തിൽ എങ്ങും കാണാത്ത ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ്. നിനക്കൊരു മകൻ ഉണ്ടാവും, നീ അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ആ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് വിത്ത് അസ്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയേണ്ട അർത്ഥം അവനോടുകൂടെ ദൈവം എപ്പോഴും ഉണ്ട്.
ഇതൊരു ഐഡിയോളജിക്കൽ ലെവലല്ല. ദൈവം നമ്മളോട് നീതിയല്ല. ദൈവം ഒരു പ്രതിപുരുഷനായി, അതാണ് പഴയ നിയമത്തിലെല്ലാം കാണാം, യഹോവയുടെ സാന്നിധ്യം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. യഹോവ അവരുടെ കൂടെ സഞ്ചരിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നാണ് പറഞ്ഞത്. ഒരു പേഴ്സോണിഫൈ ചെയ്താ പറയുന്നത്. അവർക്ക് പലതവണ വെള്ളം കൊടുത്തു. അവിടെ പറയുകയാണ് അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നു. ഇതൊരു ഐഡിയോളജി മാത്രമല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. അതാണ് സഹോദരങ്ങളെ ആഴ്ചയിൽ 1-ാം വട്ടം നമ്മൾ ഈ കുർബാന അനുഭവിക്കുന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മോടുകൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സൃഷ്ടി, ഈ തുടക്കം ആരംഭിച്ചത് പരിശുദ്ധ കന്യമറിയാമാണ്. അതുപോലെ തന്നെ പറയാണ് പരിശുദ്ധ കന്യമറിയാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ ഒരു വാക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 22. എന്താ വായിക്കുന്ന അവിടെ? ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അപ്പോൾ അമ്മ എന്താണ്? അതാണ് രണ്ടാം ഹവ്വ എന്ന് പറയാൻ കാര്യം. ആദാമിന് എല്ലാവരും മരിച്ചതുപോലെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഹവ്വായുടെ പ്രവൃത്തി കൊണ്ട് എല്ലാവരും മരിച്ചതുപോലെ രണ്ടാമത്തെ ഹവ്വായുടെ പ്രവൃത്തിയാൽ എല്ലാവരും ജീവനിലേക്ക് വരും. ഒബീഡിയൻസ് ടു ദി ലൈഫ്. അല്ല, ഈ അനുസരണം ഒരു തുടക്കത്തിലേക്കും ജീവന്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഇത് ഒബീഡിയൻസ് ആസ് എ മോഡൽ ഓഫ് ദ ചർച്ച് എന്ന് പറയാം. ഇത് വെറുതെ ഒരു അനുസരണമല്ല, ഇത് സഭയുടെ റെസ്പോൺസാണ് എന്നാണ് പറയുന്നത് ഈ ഒബീഡിയൻസ്. അത് നമുക്ക് ഒരു വാക്യം ചേർന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ഇതിനെ ചെയ്യുന്നവരുമായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. നമ്മൾ പിന്നെ എത്ര വേദവാക്യം വായിച്ചു? 3 ഭാഗത്തിലാണ്. ഇത് പറഞ്ഞെന്താ? നിങ്ങളെങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കണം. അപ്പം നമ്മൾ കേൾക്കുക, ഒത്തിരി വചനം കേൾക്കുന്നതും അപകടമാണ്. കാരണം എന്താണ്? അത് 1% പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ചതിക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ ചതിക്കുകയാണ്. അതുകൊണ്ട് അല്പം വളരെ ശ്രദ്ധയോടെ കേൾക്കുക, നേരായ വചനം കേൾക്കുക, അത് പാലിക്കാനായി തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുക. ദിസ് ഈസ് ദ ഒബീഡിയൻസ് ആസ് എ മോഡൽ ഓഫ് ദ ചർച്ച്. സഭ ഇത് അനുസരിക്കണം. ഇത് ഈ സഭയുടെ റെസ്പോൺസാണ്. മാതാവ് കാണിച്ച ഒബീഡിയൻസ് എന്ന സഭയുടെ റെസ്പോൺസാണ്. സഭയ്ക്ക് ഒറ്റ മാൻഡേറ്റേ ഉള്ളൂ, വേദപുസ്തകം. അല്ലാതെ വേറെ നിയമസംഹിതകളൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ പല കാര്യത്തിനും പല കാര്യങ്ങളും ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റിൽ എന്തായാലും സംഭവം, കഴിഞ്ഞ പാർലമെൻറ്റിൽ എല്ലാവരും ഭരണഘടനയും കൊണ്ടാണ് വന്നത്. ഭരണഘടന ആരെയൊക്കെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ റെസ്പോൺസ് വളരെ കമൻഡബിളാണ്. എല്ലാവരും ഭരണഘടന ഉയർത്തി. വേദപുസ്തകം നമ്മൾ വായിച്ച് വെറും വായനാ പുസ്തകമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഓർക്കുക, അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ പറയുന്നു, നിങ്ങൾ വായിച്ച് വഞ്ചകരായി തീരാതെ അത് ചെയ്യുന്നവരുടെ ആയിരിക്കണം. അത് പരിശുദ്ധ കന്യമറിയാമിൻ്റെ ജീവിതം അതാണ്. അവർ വളരെ ചെറുപ്പത്തിലെ ദേവാലയത്തിൽ വന്നു. അവിടെ വായിച്ചതും കേട്ടതും പഴയ നിയമവും കന്യാഗർഭിണിയാകുന്ന കാര്യവും ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കേട്ട് ഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരിയായ മകൾ. അതിനോട് അവൾ പ്രതികരിച്ചു. നമ്മൾ ഈ കേൾക്കുന്ന വചനത്തോട് പ്രതികരിക്കുവാനുള്ളൊരു ഒബീഡിയൻസ് നമുക്ക് വേണം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഒബീഡിയൻസ്, ഇറ്റ് ഈസ് എ യുണീക്ക് റെസ്പോൺസ്.
അത് നമുക്ക് ആരോടും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു റെസ്പോൺസാണ് അമ്മയുടെ അനുസരണം. അതുകൊണ്ട് ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ മൂഢമായി ചിന്തിച്ചിട്ട് നമ്മൾ ലോകപ്രകാരം ചില കാര്യങ്ങളൊക്കെ അമ്മയുടെ പേരിൽ ചെയ്തിട്ട് നമുക്കതിനകത്തിലെ 1% പോലും മാനസാന്തരമോ 1% പോലും അമ്മയുടെ ഈ നല്ല ക്വാളിറ്റിയോട് ചേർന്ന് നിൽക്കാനോ കഴിയാതെ നമ്മളിതൊക്കെ കേട്ട് നമ്മൾ തന്നെ നശിച്ചു പോകുന്നവരായി തീരാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ എല്ലാവരെയും സഹായിക്കട്ടെ. ആത്മാവിൻ്റെ കൃപ ചൈതന്യം കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അതുല്യമായ മധ്യസ്ഥത നമുക്കും നമ്മുടെ ഭവനത്തിനും ഒക്കെ കോട്ടയായി ഭവിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.